അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 15 ബുധനാഴ്ച. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. നാളെ കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഒക്ടോബർ 17 എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ ഇടയുണ്ട്. മന്ത്രി സജി ചെറിയാനും AK ബാലനും അടക്കമുള്ള CPM നേതാക്കൾക്കെതിരെ തുറന്നടിച്ച മുതിർന്ന പാർട്ടി നേതാവ് G സുധാകരൻ. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച മുതിർന്ന നേതാക്കളുടെ അച്ഛനും അമ്മയ്ക്കുമടക്കം ഫേസ്ബുക്കിൽ വന്ന് തെറി പറയുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ തന്നെ ഉപദേശിക്കാനാണ് സജി ചെറിയാനും AK ബാലനും ശ്രമിച്ചതെന്ന് സുധാകരൻ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സജി ചെറിയാൻ ശ്രമിച്ചുവെന്നും പുറത്താക്കിയെന്ന് പറഞ്ഞ ചില സഖാക്കൾ പടക്കം പൊട്ടിച്ചുവെന്നും ടീ പാർട്ടി നടത്തിയെന്നും അതിൽ സജി ചെറിയാനും പങ്കാളിയാണെന്നും G സുധാകരൻ പറഞ്ഞു. സജി ചെറിയാനെതിരെ പാർട്ടി നടപടിയെടുക്കണമെന്നും പാർട്ടിയാണ് തന്നെക്കുറിച്ച് നല്ലത് പറയേണ്ടതെന്നും സജി ചെറിയാന്റെ കൂട്ടർ തന്നെ BJPയിൽ വിടാൻ ശ്രമിച്ചുവെന്നും തന്നോട് ഫൈറ്റ് ചെയ്ത് ഒരാളും ജയിച്ചിട്ടില്ലെന്നും പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ നിന്നാണ് സംസാരിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. താൻ മാറിയിട്ടില്ലെന്നും മാറില്ലെന്നും ബാലനെ പോലെ മാറാൻ തനിക്കാകില്ലെന്നും താൻ ഇപ്പോഴും ലളിത ജീവിതമാണ് നയിക്കുന്നതെന്നും മാലന് മറുപടിയായി G സുധാകരൻ പറഞ്ഞു. G സുധാകരൻ താൻ സഹോദരനെ പോലെ കാണുന്ന ആളാണെന്ന് CPM നേതാവ് AK ബാലൻ. SFI കാലത്തെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് കുറിപ്പ് സംബന്ധിച്ചാണ് AK ബാലന്റെ വിശദീകരണം. താൻ പാർട്ടിയിൽ അവഗണിക്കപ്പെടുന്നുണ്ടെന്ന തോന്നൽ G സുധാകരനുണ്ടെന്ന് AK ബാലൻ പറഞ്ഞു. മാനസിക വിഷമമുണ്ടെങ്കിൽ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാകും വിധം പുറത്തു പറയരുതെന്നും അവഗണനയെന്ന് തോന്നുമ്പോൾ അത്തരം വികാരങ്ങൾ ഉണ്ടാകുമെന്നും അത് അതുപോലെ പുറത്തു വരരുതെന്നും പണ്ട് തനിക്കും അതുപോലൊരു സ്വഭാവം ഉണ്ടായിരുന്നുവെന്നും പ്രായം അത്തരം ചാബല്യങ്ങളെ ഇല്ലാതാക്കിയെന്നും AK ബാലൻ പറഞ്ഞു. SFI ആയിരിക്കുമ്പോഴുള്ള സ്വഭാവത്തിൽ G സുധാകരന് മാറ്റമില്ലെന്നും AK ബാലൻ അഭിപ്രായപ്പെട്ടു. പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെയോ മറ്റോ പുറത്തു പറയുന്ന രീതി ശരിയല്ലെന്ന് H സലാം MLA. ഒരു പാർട്ടി മെമ്പർഷിപ്പിൽ നിൽക്കുമ്പോൾ പാർട്ടിക്കെതിരായി സംസാരിക്കാൻ പാടില്ലെന്നും ഈ നിയമം തനിക്കും സുധാകരനും മറ്റാർക്കും ബാധകമാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്ത് പറയാവുന്നതാണെന്നും H സലാം പറഞ്ഞു. പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തെ തുടർന്നുണ്ടായ 2 ദിവസത്തെ അവധിക്ക് ശേഷം സെന്റ് റീതാസ് പബ്ലിക് സ്കൂൾ തുറന്നു. ഹിജാബ് ധരിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയ 8ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനി ഇന്ന് സ്കൂളിൽ എത്തിയില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവധിയെടുത്തെന്നാണ് രക്ഷിതാവ് പറഞ്ഞത്. സ്കൂളിന്റെ നിയമാവലി പാലിക്കാമെന്നും തുടർന്നും കുട്ടിയെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനാണ് ആഗ്രഹമെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞതായി ഹൈബി ഈഡൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സർക്കാരിന് രേഖാമൂലം മറുപടി നൽകിയതായി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന. സ്കൂളിന് നോട്ടീസൊന്നും ലഭിച്ചിട്ടില്ലെന്നും DDE നൽകിയത് സത്യവിരുദ്ധമായ റിപ്പോർട്ടാണെന്നും യൂണിഫോം നിശ്ചയിക്കാൻ സ്കൂൾ മാനേജറിന് അധികാരമുണ്ടെന്നും സിസ്റ്റർ ഹെലീന വ്യക്തമാക്കി. കുട്ടിക്ക് പഠനം നിഷേധിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത് കാര്യമറിയാതെയാണെന്നും സ്കൂളിന് എല്ലാ കുട്ടികളും ഒരുപോലെയാണെന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ വ്യക്തമാക്കി. എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര തർക്കത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ തള്ളി PTA പ്രസിഡന്റ്. ശിരോവസ്ത്രം അനുവദിക്കില്ലെന്ന സ്കൂളിന്റെ നയത്തിൽ മാറ്റമില്ലെന്നും നിയമം എല്ലാവർക്കും ബാധകമാണെന്നും PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പള്ളുരുത്തി സെയിന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിച്ചെത്തിയതിനെ തുടർന്നുണ്ടായ തർക്കം വഷളാക്കാനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സ്കൂൾ തലത്തിൽ സമവായം ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണെന്നും അതോടെ വിവാദം അവസാനിക്കട്ടെയെന്നും മന്ത്രി പറഞ്ഞു.
കോഴിക്കോട് പേരാമ്പ്രയിൽ സംഘർഷമുണ്ടാക്കാൻ ബോധപൂർവം ശ്രമമുണ്ടായെന്ന് CPM. പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഷാഫിക്ക് വ്യക്തിവിരോധമുണ്ടെന്നും പ്രസിഡന്റിനെ ഹർത്താൽ ദിനത്തിൽ കയ്യേറ്റം ചെയ്തെന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK സജീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. സംഘർഷത്തെ തുടർന്നുണ്ടായ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ലിസ്റ്റ് കൊടുക്കുന്ന പരിപാടി CPMനില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഐക്യരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായി ഒക്ടോബർ 24-ന് സംസ്ഥാനത്ത് ദേശീയ പതാക പതിവായി ഉയർത്തുന്നതിനിടയിൽ ദേശീയ പതാകയ്ക്കൊപ്പം UN പതാകയും ഉയർത്താമെന്ന് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. രാജ്ഭവൻ, നിയമസഭ, ഹൈക്കോടതി എന്നിവിടങ്ങളിൽ UN പതാക ഉയർത്താൻ പാടില്ല. മറ്റിടങ്ങളിൽ ഫ്ലാഗ് കോഡിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് പതാകകൾ ഉയർത്താമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. AKG സെന്റർ ഭൂമി കേസിൽ പ്രതികരണവുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 2021-ൽ 32 സെന്റ് ഭൂമി വാങ്ങിയത് നിയമപ്രകാരമാണെന്നും വാങ്ങിയ ഭൂമിയിൽ 30 കോടി ചെലവഴിച്ചാണ് 9 നില കെട്ടിടം പണിതതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്ത വിവരങ്ങളാണിതെന്നും വാങ്ങുമ്പോൾ ഭൂമി സംബന്ധിച്ച കേസുകൾ ഇല്ലായിരുന്നു എന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പര്യടനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ പ്രചാരണത്തിനും ധനസമാഹരണത്തിനും വേണ്ടിയാണെന്ന് ചെറിയാൻ ഫിലിപ്പ്. പ്രവാസി ക്ഷേമ പദ്ധതികൾ വിശദീകരിക്കുന്നതിനും വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനുമാണ് ഗൾഫ് യാത്രയെന്ന മുഖ്യമന്ത്രിയുടെ വാദം അർത്ഥശൂന്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 6-വരി ദേശീയപാതയിൽ തലപ്പാടി ചെങ്കള റീച്ച് നിർമ്മാണം പൂർത്തിയാക്കി. കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിക്കഴിഞ്ഞു. ഒറ്റത്തൂണിൽ തീർത്ത രാജ്യത്തെ ഏറ്റവും ഉയരവും വീതിയുമുള്ള മേൽപ്പാലമാണ് കാസർകോട്ടേത്. 1.2 കിലോമീറ്റർ നീളമുള്ള ഒറ്റത്തൂണിലെ 6-വരി മേൽപ്പാലം അടക്കം ഈ റീച്ചിലാണ് ഉൾപ്പെടുന്നത്. കൊച്ചി ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ നിർമ്മിച്ച ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നു. നിർമ്മാണത്തിലെ ക്രമക്കേടിനെ തുടർന്ന് താമസയോഗ്യമല്ലാതായി മാറിയ കൊച്ചി വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പൊളിക്കുന്നത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനങ്ങൾ എടുത്തു. പേരാമ്പ്ര സംഘർഷത്തിൽ 7 UDF പ്രവർത്തകർ അറസ്റ്റിൽ. പ്രതിഷേധ പ്രകടനത്തിനിടെ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കേസിലാണ് അറസ്റ്റ്. സജീർ ചെറുവണ്ണൂർ, അരുൺ മുയ്യോട്ട്, നസീർ വെള്ളിയൂർ, കൃഷ്ണനുണ്ണി വേളം, മുസ്തഫ മിദ്ലാജ്, റഷീദ് വാല്യക്കോട് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആറന്മുള ക്ഷേത്രത്തിലെ ആചാരലംഘന വിവാദത്തിൽ മന്ത്രിയെ വെട്ടിലാക്കിയ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി ദേവസ്വം ബോർഡ്. അഷ്ടമി രോഹിണി വള്ളിസദ്യയിലെ ആചാരലംഘനം ഉദ്യോഗസ്ഥരാണ് രേഖാമൂലം ചൂണ്ടിക്കാട്ടിയതെന്നും അതുകൊണ്ടാണ് പ്രായശ്ചിത്തം നിർദ്ദേശിച്ചതെന്നും ക്ഷേത്രം തന്ത്രി വ്യക്തമാക്കി. അതേസമയം ആചാരലംഘനം ഉണ്ടായിട്ടില്ലെന്ന മുൻ നിലപാട് തിരുത്തിയ പള്ളിയോട സേവാസംഘം സംഭവത്തിൽ ഗൂഢാലോചന ആരോപിച്ചു. ആറന്മുളയിലെ ആചാരലംഘന വിവാദമുണ്ടാക്കിയത് ദേവസ്വം ബോർഡ് തന്നെയെന്ന് പള്ളിയോട ദേവാസംഘം. ബോർഡ് കൊടുത്ത കത്തിനാണ് തന്ത്രി മറുപടി നൽകിയത്. തന്ത്രി ചടങ്ങ് നേരിട്ട് കണ്ടിട്ടില്ലെന്നും വള്ളസദ്യ നേരത്തെ നടത്തിയെന്ന തെറ്റായ വിവരം ബോർഡാണ് കത്തിലൂടെ തന്ത്രിയെ അറിയിച്ചതെന്നും ആചാരലംഘനം ഉണ്ടായിട്ടില്ല എന്നും പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് KV സാമ്പദേവൻ പ്രതികരിച്ചു. ഒപ്പം നിന്നവർക്ക് മാത്രം നന്ദിയെന്ന് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു വിട വാങ്ങിയിട്ട് ഇന്ന് 1 വർഷമായി. കുടുംബത്തിൽ പോലും ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം നടന്നുവെന്നും നീതി അകലെയാണെന്നും എങ്കിലും നീതിക്ക് വേണ്ടി പോരാടുമെന്നും കുടുംബം പ്രതികരിച്ചു. PP ദിവ്യയുടെ മൊബൈൽ ഫോൺ പോലും ഇതുവരെ പരിശോധിച്ചിട്ടില്ലെന്ന് കുടുംബം ആരോപിച്ചു. ഓൺലൈൻ ജോലിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രതയോടെ ഇരിക്കണമെന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ്. ജോലി വാഗ്ദാനം ചെയ്ത് സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും കാണുന്ന അവസരങ്ങളെയെല്ലാം കണ്ണും പൂട്ടി വിശ്വസിച്ചാൽ പണവും സമയവും നഷ്ടമാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. കെനിയയുടെ മുൻ പ്രധാനമന്ത്രി റെയില ഒഡുങ്കെ കൂത്താട്ടുകുളത്ത് അന്തരിച്ചു. ശ്രീധരീയം ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു ഇദ്ദേഹം. ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത്. മൃതദേഹം കൂത്താട്ടുകുളം ദേവമാത ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 6 ദിവസം മുൻപാണ് ഒഡുങ്കെ കൂത്താട്ടുകുളത്ത് എത്തിയത്.
കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. ദില്ലിയിൽ ദീപാവലിക്ക് ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കുന്നതിന് സുപ്രീം കോടതിയുടെ അനുമതി. കർശന നിർദ്ദേശങ്ങളോടെയാണ് സുപ്രീം കോടതി അനുമതി നൽകിയത്. ഈ മാസം 18 മുതൽ 21 വരെ ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ 21-ാം തീയതി വരെ ഹരിത പടക്കങ്ങളുടെ വിൽപ്പനയ്ക്കും അനുമതി നൽകി. രാവിലെ 6 മുതൽ 7 വരെയും രാത്രി 8 മുതൽ 10 വരെയുമാണ് പടക്കങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയത്. ദില്ലിയിലെ വായുമലിനീകരണം ഇന്നും മോശം അവസ്ഥയിൽ. നഗരത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയ മലിനീകരണ തോത് 201 ആണ്. ഇന്നലെ മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയിരുന്നു. ദീപാവലി പ്രമാണിച്ച് വരും ദിവസങ്ങളിൽ മലിനീകരണ തോത് രൂക്ഷമാകുമെന്ന് IMD മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദില്ലി സൗത്ത് ഏഷ്യൻ സർവകലാശാല ക്യാമ്പസിലെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് മലയാളി വിദ്യാർത്ഥികൾ. ഭയത്തോടെയാണ് ക്യാമ്പസിൽ കഴിയുന്നതെന്നാണ് മലയാളി വിദ്യാർത്ഥികൾ പ്രതികരിച്ചത്. ക്യാമ്പസിനകം പോലും സുരക്ഷിതമല്ല എന്നത് ഭയപ്പെടുത്തുകയാണ്. അതിക്രമണത്തിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. സർവകലാശാല അധികൃതർ തിടുക്കത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടില്ലെന്നും പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി കരസേനയുടെ പശ്ചിമ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ MK കത്വാർ രംഗത്ത്. ഓപ്പറേഷൻ സിന്ദൂർ 2.0 കൂടുതൽ മാരകമാകുമെന്നും യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള ശേഷി പാകിസ്ഥാനില്ലെന്നും അതിനാൽ പഹൽഗാം മോഡൽ ആക്രമണങ്ങൾ വീണ്ടും നടത്തിയാൽ തിരിച്ചടി മാരകമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകരാജ്യങ്ങളോട് ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് കരസേന ഇന്നലെ വിശദീകരിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. 4 ഇസ്രയേലി ബന്ധികളുടെ മൃതദേഹങ്ങൾ കൂടി വിട്ടു നൽകി ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും അല്ലെങ്കിൽ അമേരിക്ക അവരെ നിരായുധീകരിക്കുമെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ വിട്ടു നൽകിയത്. അതേസമയം ഹമാസ് സമാധാന കരാർ ലംഘിച്ചെന്നും അതിനാൽ ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം നിയന്ത്രിക്കാനും ഈജിപ്തിലേക്കുള്ള തെക്കൻ അതിർത്തി തുറക്കുന്നത് വൈകിപ്പിക്കാനും തീരുമാനിച്ചതായി ഇസ്രയേൽ അറിയിച്ചു. ആഗോള അപൂർവ ധാതുക്കളുടെ വിതരണത്തിലെ ചൈനീസ് ആധിപത്യത്തെ ചെറുക്കാൻ ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പിന്തുണ പ്രതീക്ഷിക്കുന്നതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ഉയർന്ന തീരുവ നിലനിർത്തുമ്പോഴാണ് US ട്രഷറി സെക്രട്ടറി ചൈനയ്ക്കെതിരെ പിന്തുണ ആവശ്യപ്പെടുന്നത്. US-ന്റെ പക്കൽ നിന്ന് സോയാബീൻ വാങ്ങുന്നത് നിർത്തിവെച്ച ചൈനയുടെ തീരുമാനത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US-ലെ സോയാബീൻ കർഷകർക്ക് പ്രയാസമുണ്ടാക്കുന്നതും സാമ്പത്തികമായി ശത്രുതാപരമായ നടപടിയാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതിന് പകരമായി ചൈനയിൽ നിന്നുള്ള പാചക എണ്ണയുടെ ഇറക്കുമതി നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പരിഗണിക്കുകയാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിനും ഇടയിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ബുധനാഴ്ച പുലർച്ചെ പാകിസ്ഥാൻ അഫ്ഗാൻ സൈന്യങ്ങൾ അതിർത്തിയിൽ രൂക്ഷമായ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടുവെന്നും ഇരുവശത്തുള്ളവർക്കും പരിക്കേറ്റതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2026 ഫിഫ ലോകകപ്പിന്റെയും ഒളിമ്പിക്സിന്റെയും വേദികൾ വേണ്ടിവന്നാൽ മാറ്റുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അമേരിക്കയിലെ ബോസ്റ്റണിൽ നിന്ന് ലോകകപ്പ് വേദി മാറ്റാനുള്ള സാധ്യതയുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി. ലോകകപ്പ് വേദി മാറ്റാനുള്ള നീക്കത്തെ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.